എൻ്റെ ഒരു സുഹൃത്ത് തിരുവനന്തപുരത്ത് നിന്ന് ഞങ്ങൾ ഒന്നിച്ച് ട്രെയിനിൽ വരികയാണ്. അപ്പോൾ ഇവൻ ഈ സ്പ്രൈറ്റ് പോലത്തെ എന്തോ ഒരു കുടിക്കുന്ന സാധനത്തിൽ സ്മോൾ മിക്സ് ചെയ്തിട്ട് ചെറിയ ഇത്രയുള്ളൊരു കുപ്പിയും കയ്യിൽ വെച്ചിട്ട് നല്ല സാധനമായിട്ട് അത് ഇടയ്ക്കിടയ്ക്ക് അടിച്ചുകൊണ്ടിരിക്കുക. അപ്പോൾ ഓപ്പോസിറ്റ് ഒരു ഫാമിലി ഉണ്ട്, അതിലൊരു ചെറിയ ചെറുക്കുണ്ട്. ഇവൻ കുറേ നേരമായിട്ട് എന്താന്ന് മനസ്സിലായി. ഇയാൾ ഇടയ്ക്ക് ഓരോന്നൊക്കെ അടിക്കും. കുറച്ച് കഴിഞ്ഞപ്പോൾ ഈ ഓപ്പോസിറ്റ് ഇരിക്കുന്ന പുള്ളി കൊച്ചിൻ്റെ അച്ഛൻ പറഞ്ഞു, അതേ ഇച്ചിരി സ്പ്രൈറ്റ് ഇവന് കൊടുക്കാവോ, അവൻ കുറേ നേരമായിട്ട് കരഞ്ഞോണ്ടിരിക്കുക, ഒന്ന് കൊടുക്കാവോ. ഇയാൾ പെട്ടെന്ന് എന്ത് ചെയ്യാൻ, സ്മോളല്ലേ ഇത്, ഇത് പറഞ്ഞാലും പ്രശ്നം, കൊടുക്കാൻ പറ്റത്തില്ല എന്ന് പറഞ്ഞിട്ടോ. കുറച്ച് കഴിഞ്ഞപ്പോൾ ചെറുക്കൻ തന്നേ പറ്റുള്ളൂ എന്ന് പറഞ്ഞിട്ട് ഭയങ്കര വാശിയായി. അപ്പോൾ ഈ കൊച്ചിൻ്റെ അച്ഛൻ പറഞ്ഞു, ഞാൻ അടുത്ത സ്റ്റേഷനിൽ എത്തുമ്പോൾ നിങ്ങൾക്ക് ഒരു 1.5 ലിറ്റർ സ്പ്രൈറ്റ് മേടിച്ചു തരാം. ഇപ്പം ഒരു തുള്ളി ഈ ചെറുക്കന് കൊടുക്കാൻ വെച്ച് പുള്ളി പറഞ്ഞ് കൊടുക്കാൻ പറ്റത്തില്ല എന്ന് പറഞ്ഞു. നീ ട്രെയിനിൽ ഇപ്പുറത്തിരുന്ന 4-5 പേരെ, തനിക്കൊക്കെ കണ്ണിച്ചോരുണ്ടോ, താനൊക്കെ ഒരു മനുഷ്യനാടോ, താനൊക്കെ ഇതുപോലെ കുഞ്ഞുങ്ങളായിട്ട് ജനിച്ച് വളർന്നതല്ലേടോ എന്നൊക്കെ ചോദിച്ചിട്ട് ഇവനെ നിൽക്ക ഒറ്റപ്പെടുത്തിട്ട് കുറേ നേരമായപ്പോൾ ഇയാളെ ഒന്നും മിണ്ടാണ്ട് കേട്ടിരുന്നിട്ട് ജനലിൽ കൂടെ എറിഞ്ഞിട്ട് ആരും കുടിക്കേണ്ടത്. ഫോട്ടോ ക്ലിയർ ആവണമെങ്കിൽ അനങ്ങരുത്. നമ്മുടെ ഒന്ന് അനങ്ങിയാൽ ഈ ഫോട്ടോ ഫോക്കസ് ഔട്ട് പോലെ ആവുമല്ലോ, അനങ്ങാണ്ടിരിക്കണമല്ലോ. അപ്പം അന്ന് അതുപോലെ തന്നെ ഈ നമ്മളെ പിടിച്ചിരിക്കും, നമുക്കൊന്നും ഇരിക്കാനൊന്നും അറിയത്തില്ല, നമ്മളെ കയറ്റി ഇരുത്തിയിട്ട്. അപ്പോൾ ഒരു ഫോട്ടോ എടുപ്പെന്ന് പറയുന്നത് ഇപ്പോഴീ 3 മിനിറ്റ് കൊണ്ട് പാസ്പോർട്ട് കിട്ടുന്ന സമയമല്ലോ. അപ്പം ഇയാൾ വന്നിട്ട് ഒരു ഇരുത്തുണ്ട്, ഷർട്ടൊക്കെ വിളിച്ചിരുത്തി ലൈറ്റൊക്കെ വെച്ചിട്ട്. അപ്പം ഞങ്ങളുടെ അടുത്തൊരു അപ്പാപ്പനെ കൊണ്ടുവന്നിട്ട് പുള്ളി അവിടെ ചെന്ന് നോക്കിയിട്ട് വന്നിട്ട് താടി ഇങ്ങനെ പിടിച്ചു വയ്ക്കും, ഇവിടെ തല ഇങ്ങനെ തട്ടി വയ്ക്കും, ഇത് ഇങ്ങോട്ടൊന്ന് തട്ടി വയ്ക്കും, അങ്ങനെ കൃത്യമായിട്ട് അനങ്ങല്ലേ എന്ന് പറഞ്ഞിട്ട് പുള്ളി ബാക്കിൽ പോയിട്ട് ഇതിനകത്തോടെ നോക്കിയിട്ട് ഓക്കെ എടുക്കാൻ പോവാണേ, റെഡിയല്ലേ വിളി, റെഡിന്ന്. ഞാൻ ടിനിച്ചേട്ടന് ടാറ്റ കൊടുത്ത് പോയൊരു കാര്യം പറയാം. ഞാനും ടിനിച്ചേട്ടൻ ഒരു കൂട്ടുകാരൻ്റെ വീട്ടിൽ പോയി. അപ്പം ഞങ്ങളൊരു പരിപാടിക്ക് പോയപ്പോൾ പോണ വഴിക്കാണ് ടിനിച്ചേട്ടൻ്റെ കൂട്ടുകാരൻ്റെ വീട്. അപ്പോൾ അദ്ദേഹം ടിനിച്ചേട്ടൻ്റെ കൂടെ സ്കൂളിൽ പഠിച്ച ആളാണ്. അപ്പോൾ സർപ്രൈസ് ആയിട്ട് പുള്ളിയുടെ വീട്ടിൽ ചെന്ന് കയറിയിടുന്ന പുള്ളി, ടിനി എത്ര നാളായി കണ്ടിട്ട് എന്നൊക്കെ പറഞ്ഞ് ഞങ്ങളെ രണ്ടരും കൂടെ ആനയിച്ചകത്തുകൊണ്ട് ചായയൊക്കെ തന്ന് കുറച്ച് കഴിഞ്ഞിട്ട് പുള്ളി നേരെ ഞങ്ങളെ അകത്ത് റൂമിൽ കൊണ്ടുപോയിട്ട് പുള്ളിയുടെ ഒരു ഫോട്ടോ കളക്ഷൻ എടുത്തു. ഇപ്പം നിങ്ങൾ ആൽബത്തിനെ പറ്റിയൊക്കെ ഇത്ര പറഞ്ഞോടെ ഞാൻ പറയുന്നത്. പുള്ളി ഒരു ആൽബം എടുത്തു. ടിനി, നമ്മൾ രണ്ടുപേരും കൂടെ ആദ്യ കുർബാന കൈക്കൊള്ളുന്ന ഫോട്ടോ നിൻ്റെ കയ്യിലില്ലല്ലോ, എൻ്റെ കയ്യിലുണ്ട്. നമ്മൾ പിന്നെ പേജ് മറിച്ചു, കുറച്ച് നമ്മൾ 1ാം ക്ലാസ്സിലെ നമ്മളുടെ ഫോട്ടോ. എന്നിട്ട് ഇവർ 1ാം ക്ലാസ്സിലെ കുറേ ഓർമ്മകൾ പങ്കുവെക്കും. എനിക്കൊന്നും പറയാനില്ല, ഇവർ തമ്മിലാണ് കൂട്ടി, ഞാൻ ബോറടിച്ചിരിക്കുകയാണ്. പിന്നെ പുള്ളി നമ്മളുടെ 2ാം ക്ലാസ്സിലെ ക്ലാസ് ഫോട്ടോ, 2ാം ക്ലാസ്സിലെ ആ ടീച്ചറിന് ഓർമ്മയില്ലേ എന്നും പറഞ്ഞ് ഇവർ തമ്മിൽ 1 മണിക്കൂർ കഥ പറയും. പിന്നെ അടുത്ത് 3ാം ക്ലാസ്സിലെ ഫോട്ടോ എടുത്തു. പിന്നെ 3ാം ക്ലാസ്സിലെ കഥ പറഞ്ഞപ്പോൾ എനിക്ക് ബോറടിച്ചു, എനിക്കൊരിച്ചിരി തിരക്കുണ്ട്, ഞാൻ ഇറങ്ങുകയാണ്. എന്നിട്ട് ഞാൻ പോന്നു. പിറ്റേ ദിവസം ഞങ്ങൾക്ക് ഒന്നിച്ച് പരിപാടിയുണ്ട്. അപ്പോൾ ഞാൻ പിറ്റേ ദിവസം വന്നേരം 6 മണിക്ക് പരിപാടി സ്ഥലത്ത് എത്താറായപ്പോൾ ടിനിച്ചേട്ടനെ വിളിച്ചിട്ട് കഴിഞ്ഞാൽ, ടിനിച്ചേട്ടാ നിങ്ങൾ പുറപ്പെട്ടില്ലേ, പരിപാടി സ്ഥലത്തേക്ക് വരണ്ടേ, പരിപാടി കാണില്ല. ഞാൻ ടിനിച്ചേട്ടാ ഇവിടെ 8ാം ക്ലാസ് ആയിട്ടുള്ളൂ, അത് കഴിഞ്ഞിട്ട് വരാം. ഞങ്ങളുടെ ട്രൂപ്പിൽ സിനോജ് എന്ന് പറഞ്ഞിരുത്തുണ്ടായിരുന്നു. അപ്പോൾ അവൻ ഈ ഹലോ എന്നൊക്കെ പറഞ്ഞിട്ട് ഭയങ്കര അതിൽ തന്നെ അങ്ങ്, ഇപ്പം ചില ആർജകൾ ഈ 10 മണി കഴിഞ്ഞാൽ ആങ്കർമാർ വരുമല്ലേ, പ്രണയഭാവങ്ങൾ മൃദുലമാക്കാൻ എന്നൊക്കെ പറയും, അതുപോലത്തെ ടോണൊക്കെ ഇട്ട് അപ്പം തന്നെ കുളിര് ഒരുക്കുന്നൊരുത്തനാണ് ഈ സിനോജ് എന്ന് പറയുന്ന ആങ്കർ. അപ്പോൾ സിനോജ് ഈ സ്റ്റേജിൽ മൈക്ക് ചെക്ക് ചെയ്തുകൊണ്ടിരുന്നപ്പം സൈഡിലായിട്ട് 2 കമ്മിറ്റിക്കാർ നിന്ന് സംസാരിക്കുവാണ്. അതേ, പറയെടുക്കാൻ പോയ ആന വരണ്ടോന്ന് കേൾക്കുന്നുണ്ട്, ഉറപ്പല്ല, സംശയമുണ്ട് എന്നൊക്കെ പറയുന്നത് പുള്ളി കേട്ട ഉടനെ തന്നെ പുള്ളിക്കൊരു വാർത്ത കിട്ടിയില്ലോ. പുള്ളി പെട്ടെന്ന് ഒരു ആവേശത്തിന്, സുഹൃത്തുക്കളെ ആന വരണ്ട ഉത്സവപ്പറമ്പിലേക്ക് വരുന്നുണ്ട് എന്ന് പറഞ്ഞു. ഓടിയില്ല, ആൾക്കാരെല്ലാം കൂടെ ഭയങ്കര ഓട്ടം. ഈ കമ്മാറ്റിക്കാർ ഇത് കേട്ടത്, ഇവൻ താൻ ആരോട് ചോദിച്ചിട്ടാണോ ആന വരണ്ട, ഞാൻ ഒറ്റ അടി കൊടുത്ത് അടിക്കൊണ്ട് സിനോജ് ഇങ്ങോട്ടിങ്ങ് വന്നു, നേരെ മൈക്കിനടുത്തേക്ക് വന്നിട്ട്, സുഹൃത്തുക്കളെ ആന വരണ്ടിട്ടില്ല, അതെല്ലാം അസൂയാലുക്കൾ പറഞ്ഞു പരത്തുന്നതാണ്. അതുപോലെ ട്രെയിനിൽ ഞാൻ നോക്കുമ്പോൾ ഒരു നോർത്തിലൊരു പരിപാടിക്ക് പോയപ്പം, അപ്പോൾ ഒരു സ്റ്റേഷനിലെത്തിയപ്പോൾ ഒരാളെ കൊണ്ടുവിടാൻ ഒരു 10-12 പേര് വന്നിട്ടുണ്ട്. ഭാര്യയുണ്ട്, അമ്മാവനുണ്ട്, എല്ലാവരും കൂടെ വന്നിട്ട് ഇങ്ങനെ കയറ്റി വിടുകയാണ്. അപ്പോൾ കയറ്റി വിടുമ്പോൾ ആ പുള്ളി ആ ഡോറിൽ നിന്നിട്ട് ലാസ്റ്റ് റൗണ്ട് ഭാര്യയുടെ കയ്യിൽ ഇങ്ങനെ പിടിച്ച് നിൽക്കുകയാണ്. അമ്മാവനൊക്കെ ഭാര്യയ്ക്കും പുള്ളിക്കും കൂടിച്ചിട്ട് പ്രൈവസി കൊടുത്ത് അങ്ങോട്ടും ഇങ്ങോട്ടും മാറി നിൽക്കുന്നു. അമ്മ കരയണോ വേണ്ടിയെന്ന് സംശയിച്ച് നിൽക്കുന്നു. അപ്പം പെട്ടെന്ന് ട്രെയിൻ ഹോൺ അടിക്കുന്നു, സിഗ്നൽ മാറി, ട്രെയിൻ അങ്ങ് എടുക്കുന്നു. ഇതിൻ്റെ പീക്കിലെത്തി, എല്ലാവരും കൂടെ എന്നൊക്കെ പറഞ്ഞ് കരയാൻ തുടങ്ങുന്നു. ഈ ട്രെയിൻ എടുത്ത് ഇവർ കൈ ഇങ്ങനെ പിടിച്ച് ദിൽവാലയുടെ ക്ലൈമാക്സ് പോലെ പിടിച്ച് ഈ ട്രെയിൻ ഒരു 3 മീറ്റർ ഓടിയിട്ട് അങ്ങ് നിർത്തി. പിന്നെ 1 മണിക്കൂർ കഴിഞ്ഞ് ഈ ട്രെയിൻ പോണത്. ഈ കൊണ്ടുവിടാൻ വന്നവരൊക്കെ പതുക്കെ, അമ്മാവൻ എന്നാ പിന്നെ ഞാനൊന്ന്
ട്രഷറി വരെ പോകണം, ഞാൻ പോയേക്കാം എന്ന് പറഞ്ഞ് പോയി. ഭാര്യക്കാണെങ്കിൽ ആ ഇട്ട കരച്ചിൽ രണ്ടാമത് എനിക്ക് കിട്ടുമോ എന്നുള്ള സംശയത്തിൽ ഭാര്യ നിൽക്കുന്നു. അമ്മ ഞാൻ നോക്കുമ്പോൾ അവിടെ ഒരു ബെഞ്ചിൽ ഇരുന്നിട്ട് വേറെ രണ്ട് മേടിച്ചു കൊടുത്ത ഫുഡ് കഴിച്ചുകൊണ്ടിരിക്കുകയാണ്. ഇവൻ ബാഗും കയറ്റി 1 മണിക്കൂറായിട്ട് ഈ ട്രെയിൻ പോണമില്ല. ചീഞ്ഞളിഞ്ഞ സീൻ മൊത്തം പോയി.